Hello guys, welcome back to my YouTube channel. ആ കാട്ടിന്ന് പറിക്കാം. പാമ്പുണ്ടാവുമെന്ന് അറിയത്തില്ല. ശംഖപുഷ്പം ശാരദേ. ഇത് പൊതിച്ചോറുണ്ടാക്കാൻ വേണ്ടിട്ടാ കേട്ടോ. 3 ഇല കിട്ടി. അപ്പുറം ശേഷം നമുക്ക് വീട്ടിൽ നിന്നിട്ട് കാണാം. 2 ശംഖുപുഷ്പത്തിന്റെ പൂ കൂടെ പറിക്കണം. ഗൈസ്, ഞാൻ ഒരു പ്രത്യേക കാര്യം പറയാം. അയ്യോ, ഉറുമ്പ് കടിക്കുന്നു, കാട്ടിപ്പോയതാ, സോറി. കുക്കിംഗ് അങ്ങ് എനിക്ക് പ്രാന്താണ്. അപ്പൊ അതുകൊണ്ട് കിട്ടിയതാണ്. ദേ കണ്ടോ, കൈ പൊള്ളി, ഉറുമ്പ് വടിയുറുമ്പ് ഉടുപ്പിനകത്ത് കയറിയിട്ടുണ്ട്. പിന്നെ ദേ ലിപ്സ്റ്റിക് ഇട്ട് മറിച്ച് വെച്ചേക്കാണ്, എണ്ണ പൊട്ടിത്തെറിച്ചതാണ്. അതൊക്കെ സ്വാഭാവികം. ഓക്കെ, അരിക്കകത്ത് പുഴുവോ? ഓക്കെ, നമുക്ക് 2 ഗ്ലാസ് അരി എടുക്കാം കേട്ടോ. ഞാൻ 2 ഗ്ലാസ് അരി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഇതാണ്, നമ്മുടെ ജയരി പോലത്തെ അരിയാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ. നല്ല സൂപ്പർ. അത് ഞാൻ കഴുകിയിട്ട് അരി കഴുകി ആദ്യം വെള്ളത്തിൽ ഇട്ടു കേട്ടോ. നമുക്ക് ചോറ് വയ്ക്കാം. ഓക്കെ, അതിനായിട്ട് ഫസ്റ്റ് ഞാനൊരു ചെറിയ പാവയ്ക്കാത്തോരൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതെന്ന് പറയുന്നത് സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ, കുറച്ച് മതിയില്ല, ഒരുപാടൊന്നും ആവശ്യമില്ല. ചീഞ്ഞിട്ടുണ്ട്. അപ്പം ഇതെന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇതേ ഇങ്ങനെ മുറിച്ചെടുക്കുക. ഇതിനകത്തിട്ട് പെട്ടെന്ന് പരിപാടി വേണ്ടോ, അതിനകത്ത് ചാടി വീണു. വളരെ എളുപ്പത്തിലുള്ള പരിപാടി കേട്ടോ. അടുത്തത് കിഴങ്ങ് മെഴുക്ക് വരട്ടിയൊക്കെയാണ് കേട്ടോ. അപ്പൊ നമ്മള് കിഴങ്ങ് അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കിഴങ്ങ് അരിഞ്ഞ് ഞാൻ പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യുന്ന പരിപാടി ഞാൻ കാണിച്ചു തരുന്നു കേട്ടോ. ഇച്ചിരി മുളക് പൊടി, അതുപോലെ തന്നെ ഞാൻ സിമ്പിളായിട്ട് ചെയ്യുന്ന കേട്ടോ. ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് ഇതാക്കി എടുക്കുക. അതിന് മുമ്പ് ഞാനൊരു സാധനം കൂടെ കാണിച്ചു തരാം. നമ്മുടെ മീൻ പുരട്ടി വെക്കണം. അപ്പൊ അതിന് ഞാൻ എടുത്തിട്ടുണ്ട് മുളക് പൊടി, വാളമീനാണ് കേട്ടോ, പാമ്പാട വാള എന്നൊക്കെ പറയും. ഓക്കെ, മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്തു. അതിനുശേഷം കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. കുരുമുളക് പൊടിയാണ് മീന് നല്ല ആവശ്യം കേട്ടോ. നന്നായിട്ട് ചേർത്ത് കൊടുത്തു. പിന്നെ അതിനുശേഷം ഞാൻ സ്പെഷ്യലായിട്ട് ചേർക്കുന്ന സാധനമാണിതേ, കായപ്പൊടി. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അതവിടെ നിന്ന് പിടിക്കട്ടെ കേട്ടോ. അപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ലാസ്റ്റ് നമ്മൾ മീൻ വറുത്താൽ മതി. അപ്പം ഇതെല്ലാം പിടിച്ച് നന്നായിട്ട് ഇരുന്നോളൂ. സ്റ്റവ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. ശുദ്ധമായ കൊക്കനട്ട് ഓയിൽ. കുറെ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ കൊക്കനട്ട് ഓയിൽ കുക്ക് ചെയ്യുന്നത്. നല്ല കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടിരിക്കുന്ന സമയത്ത് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക.
അതുപോലെ തന്നെ ആവശ്യമുള്ള കറിവേപ്പില, പിന്നെ അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഈ സാധനം കിഴങ്ങ്. വെള്ളം കൂടെ വെച്ച് വേവിക്കാം കേട്ടോ. അടുപ്പ് മാറിയത് അടുത്ത കുക്കിങ്ങിന് വേണ്ടി ഞാൻ അടുപ്പ് വെച്ചവിടെ. എല്ലാം ചടപട നടക്കണമല്ലോ, അപ്പൊ അതുകൊണ്ട് ഇതിപ്പോ ഇവിടെ നിന്ന് വേവട്ടെ നന്നായിട്ട്, ഒരു ദിവസത്തേക്ക് മാത്രം. എണ്ണ ചൂടായി, കടുക് ഇട്ട് കൊടുത്തു. മറ്റൊന്നത് കറിവേപ്പില, നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പാവയ്ക്ക അരിഞ്ഞതും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റണം. ഇനി നമുക്ക് സബോള അതുപോലെ തന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ആവശ്യമുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. വെളുത്തുള്ളി ലാസ്റ്റ് ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് മെഴുക്കുക ചേർത്തിട്ട് കിണ്ടി എടുത്തിട്ട് ഓഫ് ചെയ്യുക. വെളുത്തുള്ളി അധികം നേരം വേവണ്ട, ആ സത്ത് ഫുള്ളായിട്ട് അങ്ങോട്ട് ഇറങ്ങട്ടെ. എന്താണ് ശംഖുപുഷ്പം, ഇതെടുത്തിട്ട് നമ്മളിടയ്ക്ക് ഒരു ടീ ഒക്കെ കുടിക്കുക. ഹെൽത്തിന് അടിപൊളിയാണ്, എല്ലാ ഹെൽത്തും അടിപൊളി. ഹാർട്ടിന് നല്ലതാണ്, കിഡ്നിക്ക് നല്ലതാണ്, എല്ലാത്തിനും നല്ലതാണ്. ഓക്കെ, ഇത് ചുമ്മാ ചൂടുവെള്ളത്തിനകത്തോട്ട് 2 ഫ്ലവർ ഇടുക, അത്രേ ഉള്ളൂ. ശംഖുപുഷ്പം. ഇത് ഇനി ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ. ഇനി എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കഷ്ണം പുളി, പിന്നെ അതുപോലെ ഇഞ്ചി, അതുപോലെ 2 ഇത് വറ്റൽമുളക്, പിന്നെ സബോള, ചെറിയ ഉള്ളി ഇല്ല കേട്ടോ, ഞാൻ ചെറിയ സബോള എടുത്തേക്കുന്നത്, വെള്ള സബോള, പിന്നെ അതുപോലെ തേങ്ങ. ഇത്ര സാധനം മതി കേട്ടോ. ഓക്കെ, ഇത് ഞാൻ ചുട്ടെടുത്തിട്ട് വരാം ഈ സാധനം. ഓക്കെ, വരൂ. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചി ഇട്ട് കൊടുത്തു, സബോള ഇട്ട് കൊടുത്തു, ചെറിയ കഷ്ണം പുളി ഇട്ട് കൊടുത്തു, വറ്റൽമുളക് ഇട്ട് കൊടുത്തു, പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. ഇനി നമുക്ക് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചൂടാവട്ടെ. കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ടേസ്റ്റിന് നല്ലതാണ്, അടുക്കി പിടിക്കാതിരിക്കാൻ നല്ലത്. കേട്ടോ, നോക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അടുത്ത പരിപാടിയുണ്ട്, വരൂ. അടുത്ത് നമുക്ക് മുട്ട പൊരിക്കാം. അതിന്റെ പച്ചമുളക് കിട്ടും. എളുപ്പം ഈസി ആയിട്ടുള്ള മുട്ട പൊരി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഇതുപോലെ ഒരു വെജിറ്റബിൾ കട്ടർ എടുക്കുക. അതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുത്തു. സബോള മുറിച്ചിട്ട് കൊടുക്കുക. കുറച്ച് തേങ്ങ ചേർക്കാം. നിങ്ങൾക്ക് തേങ്ങ അവോയ്ഡ് ചെയ്യാം കേട്ടോ. അതിനുശേഷം മുട്ട, ഇത് ഞാൻ താറാമുട്ട ചേർക്കുന്നത് കേട്ടോ. ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. സാധനം വയ്ക്കുക. ഇത്ര പരിപാടിയുള്ളൂ. കണ്ടോണം, കണ്ടോ, ഇത്ര പരിപാടി. ഇനി നമുക്ക് മുട്ട വറുത്താൽ മാത്രം മതി. ഞാൻ എന്നാ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മീൻ വറുത്ത്
അമ്മേ മീൻ വറുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഞാൻ മുട്ട വറക്കാൻ വേണ്ടി പോവാണ്. എണ്ണ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ കറികളും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം എന്നൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടേ കിഴങ്ങ് മെഴുക്ക് വരട്ടി. ചോറിൻ്റെ മെയിനായിട്ടുള്ള സാധനമാണ് കിഴങ്ങ് മെഴുക്ക് വരട്ടി. നമ്മുടെ നാരങ്ങാച്ചാറായിരുന്നു വേണ്ടത്. ഞാൻ മീനച്ചാറുണ്ട് തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മീനച്ചാറ്, പിന്നെ നല്ല പാവയ്ക്ക തോരൻ, പിന്നെ മുട്ട വറുത്തത്, പിന്നെ മീൻ വറുത്തത്, അടിപൊളി ചമ്മന്തി. ഇത്രയാണ് ഇന്നത്തെ ചോറ്. ഓക്കെ, ചിലപ്പോൾ പൊതിച്ചോറ് കേട്ടോ. അപ്പോൾ നമുക്ക് ചോറ് ആവശ്യം ഇട്ടു. മുട്ട വറുത്ത് ഇത്ര സാധനങ്ങൾ വെച്ചു കേട്ടോ. കിഴങ്ങ് മെഴുക്ക് വരട്ടി, തോരൻ, അച്ചാറ്, ചമ്മന്തി, മീൻ വറുത്ത, മുട്ട വറുത്തത്. ഇനി നമുക്ക് പൊതിയാം. ഇനി പൊതിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ബാക്കിയുള്ളത് കൂടെ നമുക്ക് പൊതിഞ്ഞെടുക്കാം കേട്ടോ. ഇനി നമുക്ക് കഴിക്കുന്ന സമയത്ത് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, നല്ലൊരു മണം വരുന്നുണ്ട്. സ്പെഷ്യലാണ്. മീൻ വറുത്തത്, കാമ്പട. അടിപൊളിയായിട്ടുണ്ട്. എങ്ങനെയുണ്ട് പൊതിച്ചോറ് പറയും? ഞാൻ അവിടെ നിന്ന് ഫുള്ള് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണ് കണ്ടോ. ഫുള്ള് മൊത്തം ഞാൻ കഴിച്ചു കഴിഞ്ഞു. എല്ലാവരും എണീറ്റ് പോയി കേട്ടോ. ഞാൻ പതുക്കെയാണ് ലാസ്റ്റ് നിന്ന് കഴിക്കുന്നത് കേട്ടോ. കണ്ടോ, എല്ലാം മുഴുവൻ ക്ലീനാക്കി അടിപൊളി. അത് വേസ്റ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ, മുള്ളും കാര്യങ്ങളും മാത്രം. ശബ്ദം കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ. കഴിക്കുന്നതിൻ്റെ തിരക്കിൽ മൈക്ക് കുത്തിയിട്ടുണ്ടായിരുന്നു, ഓൺ ചെയ്യാൻ മറന്നുപോയി. അപ്പം ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങൾ മലേഷ്യയിൽ എങ്ങനെ ചെയ്ത് നോക്കിയോട്ടെ. കഴിക്കാൻ ആഗ്രഹം കാരണം എപ്പോഴും വീഡിയോസൊക്കെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നതെങ്കിൽ ടാറ്റാ ബൈ, സീ യു.